ആൻസ് മ്യൂസിക്കൽ പവർ ഓഫ് സൗണ്ട്, പനയിൽ ജംഗ്ഷൻ, മണ്ണഞ്ചേരി, ആലപ്പുഴ. ആംപ്ലിഫയർ പുതിയൊരു അസംബ്ലിങ്, പുതിയ പുതിയ ബോക്സുകൾ, ഏത് മോഡൽ ഏത് ഡിസൈനിന് വേണം ആ ഡിസൈനിലുള്ള ബോക്സ്, സ്പീക്കർ ബോക്സ്, ബേസിനുള്ളത്, റിയർ, അങ്ങനെയുള്ള എല്ലാ സൈസ് ബോക്സുകളും പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പീക്കർ വൈൻഡിങ് സ്പെഷ്യലാണ് എൻ്റെ, അത് 40 വർഷത്തിലേറെ ഞാൻ വൈൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ആംപ്ലിഫയർ അസംബ്ലി, അഹൂജ ആംപ്ലിഫയർ സർവീസിങ്, ഇതെല്ലാം എനിക്കുള്ളതാണ്. ആലപ്പുഴയിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ രണ്ടാമത്തത് ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്ന ആംപ്ലിഫയർ എന്ന് പറയുന്നത് 2.1 ആണ്, 10 ആംപിയറോടുകൂടി 300+300 ലാണ് ഈ ആമ്പ് ചെയ്തിരിക്കുന്നത്. ഈ ആമ്പിന് പറഞ്ഞ് വ്യൂ മീറ്റർ നിർബന്ധമായെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അതുപോലെ തന്നെ ഇത് ഈ ആംപ്ലിഫയറിലേക്ക് നമുക്ക് കിടക്കാം. ആംപ്ലിഫയർ ബോഡി അടിച്ച് കാണിക്കാൻ സാധിക്കില്ല, ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നാളെ മിക്കവാറും ഇത് കൊണ്ടുപോകാൻ ആൾ വരും. ഇതാണ് ആംപ്ലിഫയർ. ഈ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂ മീറ്റർ ഇത് പകർത്തില്ല. എത്ര ഓളിയം നമ്മൾ കൂട്ടിയാലും ഫുൾ ഓളി ആയിട്ട് നമ്മൾ കയറ്റി വെച്ചാലും ശരിയാണ്, ഇത് ചലിക്കത്തില്ല. പകർച്ചയെന്ന് പറയുന്ന സാധനം ഇതിനുണ്ടാകത്തില്ല. ഹമ്മിങ്ങോ മൂളിച്ചോ അങ്ങനെയുള്ള സംഗതികളൊന്നും വരാത്ത രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവരും ഫിൽറ്ററിംഗ് ബോർഡ് വെച്ചാണ് കൂടുതലും ചെയ്യുന്നത്. പക്ഷേ ഞാൻ പഴയ കാലത്ത് ആ ചിട്ട പോലെ തന്നെയാണ്. ട്രാൻസ്ഫോമർ ചെയ്യുമ്പോഴേ ട്രാൻസ്ഫോമറിൽ നമ്മൾ കപ്പാസിറ്റർ എത്രത്തോളം പവറുള്ള കപ്പാസിറ്റർ നമ്മൾ അതിനകത്ത് ഇടാവോ അത്രത്തോളം കപ്പാസിറ്റർ വെച്ച് നമ്മൾ ആഡ് ചെയ്താണ് ഈ സാധനം ആംപ്ലിഫയർ ഞാൻ ചെയ്തെടുക്കാറ്. ഇന്നും ഞാൻ ആ രീതിയിൽ തന്നെ ഞാൻ ചെയ്യുന്നത്. അമ്മിങ്ങോ മൂളിച്ചോ ഒന്നും വരില്ല. പണ്ട് ഞങ്ങളൊക്കെ ഡെക്ക് ചെയ്യുന്ന അതേ മോഡലിൽ തന്നെ. പക്ഷേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന സാധനം ഇന്നേ വരെ വന്നതായിട്ട് എൻ്റെ ഒരു അറിവിലില്ല. കൊണ്ടുപോകുന്ന ആംപ്ലിഫയർ എല്ലാവരും ഇന്നവരെ ഒരു കംപ്ലൈൻറ്റും പറഞ്ഞെടുത്ത് വന്നിട്ടില്ല. ഇപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ആമ്പ് ഇപ്പം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് 10 രൂപ ഈ ആമ്പിന് മുടക്ക് വരും. ഇത് ബഡ്ജറ്റിലുള്ളതാണ്. അതിന് താഴെയുള്ള ആംപ്ലിഫയറൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നോർമലായിരിക്കും. അത് അത്രയും കഴിയുന്നതും 10 രൂപയ്ക്ക് താഴെയുള്ള ആംപ്ലിഫയർ ചെയ്യാതിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമൊന്നും ഉണ്ടാകത്തില്ല. വീണ്ടും വീണ്ടും കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കും. ആരെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞാലും കഴിയുന്ന അത് ഒഴിവാക്കിയേക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരത്തിൽ കൊള്ളുന്നതാണ്. ഈ കാണുന്നതെല്ലാം ഞാൻ ചെയ്തു വെക്കുന്ന ബോക്സുകളാണ്. ഇതിപ്പോൾ പുതിയ ബോക്സ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇത് 3 വേയാണ്. 10 ഇഞ്ച് ഊഫർ, മിഡ് റേഞ്ച്, ട്യൂട്ടർ, നെറ്റ്വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ഞാൻ ബോക്സ് 2 ചെയ്തു വെച്ചിരിക്കുന്നു. ഇതിപ്പോൾ വേറെ ആൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ ആര് വന്ന് ചോദിച്ചാലും കൊടുത്തിട്ട് അടുത്ത ബോക്സ് ഞാൻ ചെയ്തു വെക്കും. ഇപ്പോൾ മഴയൊക്കെ ആയിരുന്നു, ഇപ്പോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യമൊക്കെ കുറവാണ്. ഞാനിപ്പോൾ വീട്ടിലാണ് ആമ്പ് ചെയ്യുന്നത്. കടയൊക്കെ ഞാൻ നിർത്തി. അപ്പം പുതിയ ആംപ്ലിഫയർ വേണമെന്നുള്ളവർക്ക് ഏത് ഡിസൈനിലുള്ള ഡയൽ വേണമെങ്കിലും ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൾക്കാർ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയ പുതിയ ആമ്പിലേക്ക് ഞാൻ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളെ ഞാൻ പ്രേക്ഷകർക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. എൻ്റെ ചാനലിൽ ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും എന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന്. നമസ്കാരം.